ഹായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണല്ലോ? ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ജീവിതത്തിൽ തീർച്ചയായും ചെയ്യും. എന്താ ഇത്ര ഉറപ്പ് എന്നല്ലേ? ഇത് ചൊല്ലിയാൽ കിട്ടുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. നിങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും വെള്ളം കുടിക്കുകയാണെങ്കിൽ പോലും ഇത് നിങ്ങൾ ചൊല്ലണം. പിന്നെ എന്ത് ഭക്ഷണം ആഗ്രഹിക്കുകയാണെങ്കിലും ഇത് നിങ്ങൾ ചൊല്ലണം. ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഭക്ഷണം എനിക്ക് കിട്ടണമായിരുന്നു എന്ന് ആഗ്രഹിക്കുമ്പോഴോ അതിനോട് ചേർന്ന് ബിസ്മി ചൊല്ലുകയും യാ റസാഖു യാ അല്ലാ, യാ ബാസിത്തു യാ അല്ലാ എന്ന് ഒരു വട്ടം ചൊല്ലണം. ഇതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. ബിസ്മിയുടെ അർത്ഥം അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു. യാ റസാഖു യാ അല്ലാ, അന്നദാതാവ് അള്ളാഹുവാകുന്നു. യാ ബാസിത്തു യാ അല്ലാ, എല്ലാം വിശാലമാക്കി തരുന്നവനും അള്ളാഹുവാകുന്നു. എല്ലാവരും ഇന്ന് തൊട്ട് തന്നെ ചൊല്ലി നോക്കൂ. അതിൻ്റെ അനുഭവം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും. നിങ്ങൾ ആഗ്രഹിച്ച ഫുഡ് എന്തായാലും നിങ്ങളുടെ കൺമുന്നിലെത്തും. അമിതമായി ഭക്ഷണം കഴിക്കുന്നവരോടും അനാവശ്യമായി ഭക്ഷണം പാഴാക്കി കളയുന്നവരോടും പൊങ്ങച്ചത്തിനും ആഡംബരത്തിനും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നവരോടും എനിക്ക് എതിരാണ്. അവർ ഈ പാവപ്പെട്ട ആളുകളെക്കുറിച്ച് ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. അവരും ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യം മറക്കരുത്. ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയിരുന്നെങ്കിലോ, ഞാൻ വയറ് നിറച്ച് കഴിക്കാമായിരുന്നോ എന്ന് കൊതിക്കുന്ന കുറേ പാവപ്പെട്ട ആളുകളും ഈ ലോകത്ത് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഭക്ഷണത്തിൻ്റെ ഒരംശം പോലും നമ്മൾ വേസ്റ്റാക്കി കളയരുത്. അതിൻ്റെ മറുപടി അള്ളാഹുവിൽ നമ്മൾ പറയേണ്ടി വരും. അതുകൊണ്ട് ഭക്ഷണം ആസ്വദിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് കഴിക്കുക. അതോടൊപ്പം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലുകയും, ബിസ്മി മറന്നാൽ ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറുഹു എന്ന് പറഞ്ഞുകൊണ്ടും, ഭക്ഷണം തീർന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും ഭക്ഷണത്തിലുള്ള മര്യാദകൾ പാലിച്ചുകൊണ്ടും നിങ്ങൾ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. നിങ്ങളുടെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്താൻ മറക്കല്ലേ.